ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറന്റ് ക്വാഡ്രന്റ്സിൽ ട്രിഗണോമെട്രി ഫങ്ഷൻസിന്റെ സൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗണോമെട്രി ഫങ്ഷൻസും ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം, കോട്ട് x -5/12. x lies in second quadrant. Find the values of other trigonometric function. Given cot x =5/12. 5/12. What is cot x? Cot x = adjacent side divided by opposite side equal to 5 നെഗറ്റീവ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. 5/12. കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ABC. This one x. Then adjacent side is BC. BC divided by opposite side AB equal to 5/12. From this we get BC equal to 5, AB equal to 12. BC 5, AB equal to 12. Cot means adjacent side by opposite side. Hence 5/12. BC equal to 5, AB equal to 12. From this right angled triangle, using Pythagoras theorem, we get AC square equal to AB square plus BC square. Then find out AC square. AB square is 12 square plus BC is 5 square. 12 square is 144. 5 square is 25 equal to 169. AC square equal to 169. Hence AC equal to √169, 30. AC equal to 30. We get 3 sides of the right angled triangle. Next, 6 trigonometry functions ഇന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 6 trigonometry functionsഉം റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ സൈഡിന്റെ റേഷ്യോസ് ആണ്. Hence, what is sin x? Sin x equal to opposite side by hypotenuse, that is AB divided by AC. What is AB? 12 divided by AC 13. Next, cos x equal to, cos x is adjacent side by hypotenuse, that is BC divided by AC. BC is 5 divided by 30. Next, tan x. Tan x is opposite side by adjacent side. Opposite side is AB divided by adjacent side is BC. AB is 12 divided by BC is 5. Hence sin x, cos x, tan x നമുക്ക് കിട്ടി. Next, other trigonometry functions are reciprocals of sin x, cos x, tan x. Then cosec x is reciprocal of sin x. Sin x 12/13 ആണ്. അതിന്റെ reciprocal 13/12. Next, sec x cos x ന്റെ reciprocal 5/13 ആണ്. അതിന്റെ reciprocal 13 divided by 5. Cot x നമുക്ക് തന്നതാണ്. Cot x equal to 12/5 in the reciprocal 5/12.
6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസും കിട്ടി. നെക്സ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. സൈനും കൊസീക്കും പോസിറ്റീവ്, റിമൈനിങ് ഫംഗ്ഷൻസ് ആർ നെഗറ്റീവ്. ഹെൻസ് സൈൻ കൊസീക്ക് പോസിറ്റീവ്, ബാക്കിയുള്ള 4 നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന് നെഗറ്റീവ് സൈൻ ഇടണം. നെഗറ്റീവ് 5/13, നെഗറ്റീവ് 12/5, നെഗറ്റീവ് 13/5, നെഗറ്റീവ് 5/20. സൈനും കൊസീക്കും ഒഴികെ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നെഗറ്റീവ്. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നാൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്നും 2 സൈഡ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും 2 സൈഡ് നമുക്ക് ആ ഡെഫിനിഷനിൽ നിന്നും കിട്ടും. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നത് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് പൈതഗോറസ് തിയറം. ഈ തിയറം യൂസ് ചെയ്ത് മൂന്നാമത്തെ സൈഡ് കിട്ടുക. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് 3 സൈഡ്സ് കിട്ടിയാൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നമുക്ക് എഴുതാൻ കഴിയും. ക്വാഡ്രന്റ് അനുസരിച്ച് സൈൻ ഇടുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്. ബാക്കി വരുന്നത് നെഗറ്റീവ്. ആ ഐഡിയ വെച്ച് സൈനും കൂടി ഇട്ടാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sin x equal to 3/5. What is sin x? Sin x equal to opposite side by hypotenuse. Consider a right angle triangle ABC. Then sin x opposite side by hypotenuse, that is AB divided by AC, equal to 3/5. Then AB equal to 3, AC equal to 5. AC equal to 5. This given trigonometric functionil നിന്നും 2 സൈഡ് നമുക്ക് കിട്ടി. Then using Pythagoras theorem and find length of third side. By Pythagoras theorem, AC square equal to AB square plus BC square. From this നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് BC ആണ്. അപ്പൊ BC square equal to AC square minus AB square. What is AC? 5. 5 square minus AB 3 square. That is 25 minus 9 equal to 16. BC square equal to 16. Hence BC equal to 4. BC equal to 4. 3 sides ഇന്റെയും ലെങ്ത് കിട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഫസ്റ്റ് sin x, that is given. sin x equal to 3/5. sin x കിട്ടിയത് കൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് എഴുതാം? cosec x equal to 5/3. റെസിപ്രോക്കൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് cos x. cos x adjacent side by hypotenuse. Adjacent side is BC. BC divided by AC. What is BC? 4. 4/5. cos x കിട്ടിയത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് എഴുതാ? sec x. cos x 4/5 ആയതുകൊണ്ട് sec x 5/4. നെക്സ്റ്റ് tan x. tan x is opposite side by adjacent side. AB by BC. That is 3/4. tan x ൽ നിന്നും cot x equal to, ഇത് 3/4 ആണെങ്കിൽ cot x 4/3. നെക്സ്റ്റ് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ കണ്ടുപിടിക്കണം.
സെക്കൻഡ് ക്വാഡ്രന്റ് നമ്മളിപ്പോ പറഞ്ഞതാണ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കും പോസിറ്റീവ്, സൈൻ കൊസീക്ക് പോസിറ്റീവ്, ഓൾ അതർ trigonometric functions are negative. Hence cos x equal to negative 4/5, tan x equal to negative 3/4, sec x equal to negative 5/4, cot x equal to negative 4/3. ഈ നാലെണ്ണത്തും നെഗറ്റീവ് സൈൻ ഇടണം. സൈനും കൊസീക്കും പോസിറ്റീവ്. നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് സൈഡിന്റെ ലെങ്ത്തിൽ നിന്നും പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. പിന്നെ ഫോർമുല യൂസ് ചെയ്ത് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കുക. sec x equal to 13/5, x lies in fourth quadrant. Find trigonometric functions. sec x equal to 13/5. Consider right angled triangle ABC. From this, what is sec x? Sec x equal to hypotenuse divided by adjacent side. Cos x ന്റെ റെസിപ്രോക്കൽ ആണ്. Cos x എന്താണ്? adjacent side by hypotenuse. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ hypotenuse divided by adjacent side. That means AC divided by BC equal to 13/5. Hence AC equal to 13, BC equal to 5. BC 5, AC 13. Then using Pythagoras theorem we get AC square equal to AB square plus BC square. From this AB ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Hence AB square equal to AC square minus BC square. AC is 13. 13 square minus 5 square. 13 square 169 minus 25 equal to 144. AB square equal to 144. From this AB equal to 12. AB 12. മൂന്ന് സൈഡും കിട്ടി. ഇനി നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് AB by AC is 12/13. സൈൻ എക്സിൽ നിന്നും കൊസീക് എക്സ് എഴുതാം. കൊസീക് എക്സ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ 13/12. sec x തന്നിട്ടുണ്ട്, അതിന്റെ റെസിപ്രോക്കൽ ആണ് ഇത് cos x വരിക. cos x ഈക്വൽ ടു sec x 13/5 ആണ്. അതുകൊണ്ട് തന്നെ cos x എന്താണ് 5/13. adjacent side by hypotenuse. sec x എഴുതുക. sec x ഈക്വൽ ടു 13/5. ഇതിന്റെ റെസിപ്രോക്കൽ. നെക്സ്റ്റ് tan x. tan x ഈക്വൽ ടു opposite side by adjacent side, that is 12/5. cot x അതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. 12/5 ആണ്. hence 5/12. 6 trigonometric functions കിട്ടി. നെക്സ്റ്റ് ഇതിന് സൈൻ കൊടുക്കണം. x lies in fourth quadrant. fourth quadrantന്റെ സൈനിന്റെ പ്രത്യേകത എന്താണ്? കോസും സീക്കും പോസിറ്റീവ്. കോസും സീക്കും പോസിറ്റീവ്. ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. നെക്സ്റ്റ് നെഗറ്റീവ് 12/13 ആണ് സൈൻ എക്സ് കിട്ടുക. ടാൻ എക്സ് നെഗറ്റീവ് 12/5. കൊസീക് എക്സ് നെഗറ്റീവ് 13/12. കോട്ട് എക്സ് നെഗറ്റീവ് 5/12. ഇതാണ് ആൻസർ കിട്ടുക. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് നമുക്ക് പഠിക്കാം. കൺസിഡർ ഫസ്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ എക്സ്. ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താൽ സൈൻ എക്സിന്റെ വാല്യൂ y കോർഡിനേറ്റ് ആണ് ആംഗിൾ x ആകുമ്പോൾ.
അത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആംഗിൾ എക്സ് ഈക്വൽ ടു 0, ദെൻ y കോർഡിനേറ്റ് 0 ആണ്. സൈൻ 0 ഈക്വൽ ടു 0 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് ആംഗിള് 0 ടു π/2 90 ഡിഗ്രി ആകുമ്പോൾ സൈനിന്റെ വാല്യൂവിനുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആംഗിള് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആംഗിള് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. y കോർഡിനേറ്റ് 0-ൽ നിന്നും ഇൻക്രീസ് ചെയ്യുന്നതായി കാണാം. ആംഗിൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. 46.7 ഡിഗ്രി 47 ഡിഗ്രി ആകുമ്പോൾ y കോർഡിനേറ്റ് ഇപ്പോൾ 0.73 ആയി. 74 75 76, അതായത് y കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് സൈൻ വാല്യൂ 0-ൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 90 ഡിഗ്രി π/2 റേഡിയനാകുമ്പോൾ വാല്യൂ 1 ആകുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ 0-ൽ നിന്നും 1-ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ്, അതായത് π/2-ൽ നിന്നും π റേഡിയൻ ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 90 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 1 ആണ്. 90 ഡിഗ്രിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ 93 94 ഡിഗ്രി ആകുമ്പോൾ 0.99 0.98 0.97, ദാറ്റ് മീൻസ് സൈനിന്റെ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാകുന്നു. ഡിക്രീസ് ചെയ്ത് സൈൻ 180 ഡിഗ്രി ആകുമ്പോൾ സൈൻ ഡിക്രീസ് ചെയ്ത് 0.12 എക്സെട്ര 0.5 0.4 0-ലേക്ക് ഡിക്രീസ് ആകുന്നു. ദാറ്റ് മീൻസ് സൈൻ 180 0 ആണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ 1-ൽ നിന്നും 0-ലേക്ക് ഡിക്രീസ് ആകുന്നു. ഇനി തേർഡ് ക്വാഡ്രന്റ് 180 ഡിഗ്രിയിൽ നിന്നും 270 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ സൈനിന്റെ വാല്യൂ നെഗറ്റീവ് 0.17 0.18 0-ൽ നിന്ന് പിന്നെയും ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂയിലേക്ക് പോവുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡിക്രീസ് ചെയ്ത് സൈൻ 270 ഡിഗ്രിയിൽ ആകുമ്പോൾ വാല്യൂ നെഗറ്റീവ് 1 ആകുന്നു. y കോർഡിനേറ്റ് നെഗറ്റീവ് 1 ആകുന്നതായിട്ട് കാണാം. ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് 0-ൽ നിന്നും നെഗറ്റീവ് 1-ലേക്ക് ഡിക്രീസ് ആകുന്നു. നെക്സ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് 1-ൽ നിന്ന് നെഗറ്റീവ് 0.98 0.97 0.95 ഇൻക്രീസ് ആകുക ചെയ്യുന്നത്. നെഗറ്റീവ് 1-ൽ നിന്നും ഇൻക്രീസ് ചെയ്ത് ലാസ്റ്റ് സൈൻ 360 ഡിഗ്രി ആകുമ്പോൾ സൈൻ 360 ആകുമ്പോൾ 0.46 0.28 എക്സെട്ര 0.360 ഡിഗ്രി ആകുമ്പോൾ 0-ലേക്ക് വരുന്നു. അപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ 0-ൽ നിന്നും 1-ലേക്ക് ഇൻക്രീസ് ആകുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ 1-ൽ നിന്നും 0-ലേക്ക് ഡിക്രീസ് ആകുന്നു. തേർഡ് ക്വാഡ്രന്റിൽ 0-ൽ നിന്നും -1-ലേക്ക് ഡിക്രീസ് ആകുന്നു. പിന്നെ -1-ൽ നിന്നും 0-ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് സൈൻ ഫംഗ്ഷന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് സൈനിന്റെ ഗ്രാഫ് വരക്കാം. ഇതാണ് പോയിന്റ് വരിക. ആംഗിൾ 2 ആകുമ്പോൾ y വാല്യൂ എത്രയാ? 0.91. ആംഗിൾ
0.2 ആകുമ്പോൾ y വാല്യൂ -0.2 എക്സെട്ര. ദാറ്റ് മീൻസ് ആ വാല്യൂസ് ഒക്കെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് സൈൻ എക്സിന്റെ ഗ്രാഫ് കിട്ടും. ഇതാണ് സൈൻ എക്സിന്റെ ഗ്രാഫ് വരുന്നത്. സൈൻ 0 ആണ്. 0 to 90 ഡിഗ്രി പറഞ്ഞു, 0യിൽ നിന്നും 1ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. π/2 π ആകുമ്പോൾ 1ൽ നിന്നും 0ലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ -1ലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ -1ൽ നിന്നും 0ലേക്ക് ഇൻക്രീസ് ആകുന്നു. 0-2π ഇന്റർവെല്ലിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് 2πയിൽ നിന്നും 4π ഇന്റർവെല്ലുള്ളത്. ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള അതേ ഗ്രാഫാണ് ഇവിടെ നിന്നും 4π വരെ കിട്ടുന്നത്. അത് റെപ്പിറ്റേഷൻ ആണ്. നെക്സ്റ്റ് ഇതിന്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്കറിയാം. ഗ്രാഫിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒക്കെ ഡൊമൈനിലെ പോയിന്റ്സ് ആയിരിക്കും. എല്ലാ റിയൽ നമ്പറിലും ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോയിന്റിലും ടച്ച് ആകുന്നുണ്ട്. ഹെൻസ് ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ, ഡൊമൈൻ ഈക്വൽ ടു ആർ. നെക്സ്റ്റ് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എന്താ, -1ഉം 1നും ഇടയിലുള്ള എല്ലാ പോയിന്റ്സിലും ടച്ച് ആകുന്നുണ്ട്. പക്ഷെ 1നേക്കാളും കൂടിയ പോയിന്റ്സിൽ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. -1നേക്കാളും കുറഞ്ഞ പോയിന്റ്സിലും ടച്ച് ചെയ്യുന്നില്ല. ഹെൻസ് റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ആണ് വരിക. ഡൊമൈൻ ഈക്വൽ ടു ആർ, റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് -1 1. നെക്സ്റ്റ് കൺസിഡർ കോസ് ഫംഗ്ഷൻ. കോസ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. എക്സ് കോർഡിനേറ്റ് ആണ്. യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താൽ എക്സ് കോർഡിനേറ്റ്. അപ്പൊ കോസ് 0 1 ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് ചേഞ്ച് വരുന്നത്? 1ൽ നിന്നും ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. 0.54 എക്സെട്ര 0.53 52 5 എക്സെട്ര ഡിക്രീസ് ചെയ്ത് 90 ഡിഗ്രി ആകുമ്പോൾ 0 ആകുന്നു. 90ൽ 0 ആകുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ 0യിൽ നിന്നും ഡിക്രീസ് ആകുക ചെയ്യുന്നത്. -0.59 -0.54 എക്സെട്ര ഡിക്രീസ് ചെയ്ത് -1ലേക്ക് വരുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ 1ൽ നിന്നും 0ലേക്ക് ഡിക്രീസ് ആകുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ 0യിൽ നിന്നും -1ലേക്ക് ഡിക്രീസ് ആകുന്നു. പിന്നെ തേർഡ് ക്വാഡ്രന്റിൽ -1ൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 0ലേക്ക് എത്തുന്നു. പിന്നെ 0യിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് 1ലേക്ക് വരുന്നു. അപ്പൊ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ മതി. 1ൽ നിന്നും 0ലേക്ക് ഡിക്രീസ് ആണ്. 0യിൽ നിന്നും -1ലേക്കും ഡിക്രീസ് ആണ്. -1ൽ നിന്നും 0ലേക്ക് ഇൻക്രീസ് ആണ്. 0യിൽ നിന്നും 1ലേക്കും ഇൻക്രീസ് ആണ്. ഇതാണ് ക്വാഡ്രന്റിൽ കൊസൈൻ ഫംഗ്ഷന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈ എക്സ് കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് കിട്ടും. ദാറ്റ് മീൻസ് കോസ് 6.4 റേഡിയൻ ആകുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0.99 ആണ്. 4.6 ആകുമ്പോൾ 3.8 ആകുമ്പോൾ -0.79 ആണ് എക്സെട്ര. ആ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് കിട്ടും. ഇതാണ് കോസ് എക്സിന്റെ ഗ്രാഫ്. കോസ് 0 1, കോസ് π/2 0, കോസ് π -1, കോസ് 3π/2 0, കോസ് 2π 1. 0 2π ഇന്റർവെല്ലിന്റെ അതേ ഗ്രാഫ് തന്നെയാണ് 2πയിൽ നിന്നും 4π ആകുമ്പോൾ കിട്ടുന്നത്. അത് റെപ്പിറ്റേഷൻ ആയിട്ടാണ് വരുന്നത്. സൈൻ ഫംഗ്ഷനെ മാതിരി കോസ് ഫംഗ്ഷന്റെ ഡൊമൈൻ തന്നെയാണ്. ഗ്രാഫിൽ നിന്നും എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോയിന്റിലും ടച്ച് ആവുന്നുണ്ട് എക്സ് ആക്സിസിൽ. അതുകൊണ്ട് ഡൊമൈൻ ഈക്വൽ ടു ആർ. റേഞ്ച് എന്താ? വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ -1നും 1നും ഇടയിലുള്ള പോയിന്റ്സിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഈ പോയിന്റ്സിലും ഇല്ല, താഴത്തെ പോയിന്റ്സിലും ടച്ച് ചെയ്യുന്നില്ല. ഹെൻസ് റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1.
സൈൻ ഫംഗ്ഷന്റെയും കോസ് ഫംഗ്ഷന്റെയും പ്രത്യേകതയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. സൈൻ ഫംഗ്ഷൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു, കോസ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പോ ഗ്രാഫ് തന്നാൽ അത് ഏത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. കോസ് ഫംഗ്ഷൻ മനസ്സിലാക്കുക, കോസ് 0 1 ആണ്. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പക്ഷെ സൈൻ ഫംഗ്ഷൻ എന്താണ്? സൈൻ ഫംഗ്ഷൻ സൈൻ 0 0 ആയതുകൊണ്ട് ഗ്രാഫ് ഈ രീതിയിലാണ്. അപ്പൊ രണ്ട് ഗ്രാഫും ഐഡന്റിഫൈ ചെയ്യണം. രണ്ട് ഗ്രാഫിന്റെയും ഷേപ്പ് ഒരേ രീതിയിലാണ്, പക്ഷെ പാസ് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. സൈൻ 0 0 ആയതുകൊണ്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. കോസ് π/2 ആണ് 0, π/2, 3π/2, 5π/2 അതൊക്കെ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. രണ്ട് ഫംഗ്ഷന്റെയും ഗ്രാഫിൽ നിന്നും ഏത് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൊമൈൻ ഓഫ് സൈൻ എക്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. റേഞ്ച് ഓഫ് സൈൻ എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ -1 1. ഡൊമൈൻ ഓഫ് കോസ് എക്സ് again equal to set of real numbers r. Range of cos x equal to closed interval -1 1. ക്വാഡ്രന്റിൽ സൈനിന്റെയും കോസിന്റെയും വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ ഇൻക്രീസസ് ഫ്രം 0 to 1. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഡിക്രീസസ് ഫ്രം 1 to 0. തേർഡ് ക്വാഡ്രന്റ് decreases from 0 to -1. ഫോർത്ത് ക്വാഡ്രന്റിൽ increases from -1 to 0. കോസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ decreases from 1 to 0. സെക്കൻഡ് ക്വാഡ്രന്റിൽ decreases from 0 to -1. തേർഡ് ക്വാഡ്രന്റിൽ increases from -1 to 0. ഫോർത്ത് ക്വാഡ്രന്റിൽ increases from 0 to 1.